എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ഇടത് സർക്കാരാണ്, ഈ സർക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു MLA അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു, അതും ഈ സർക്കാരാണ്. പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. പ്രമുഖർക്കും എതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്, അത് സെലക്റ്റീവ് ആണോ, അതിന് ഏതെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, ഈ സംഭവം നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് FIR ഇട്ടത് എന്നത് ആശ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് കൃത്യമായി. അപ്പോൾ ഒരു നടപടി എടുത്ത് മുഖം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു വെച്ച് താമസിപ്പിക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ അറിവുണ്ടായിട്ട് പോലും അത് വെച്ച് താമസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് വാർത്തയാകുന്നുണ്ട്, മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, അതിനുശേഷമാണ് ഒരു നടപടിയിലേക്ക് പോകുന്നത്. അപ്പോഴും വെച്ച് താമസിപ്പിക്കുക തന്നെയായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അറിയാതെ പോലീസിന് മാത്രം സംഭവിച്ചൊരു വീഴ്ചയാണ് ഇതെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സംഭവം മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് എല്ലാ സംഭവങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമില്ല. ഇവിടെ ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാടുകളിൽ, വിശേഷിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ ഇവിടെ തന്നെ പ്രതിപാദിച്ചല്ലോ. സിനിമാ നടിയുടെ കേസിലായാലും MLA കേസിലായാലും എല്ലാം ശക്തമായ നടപടികളുമായിട്ടാണെങ്കിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഒരു സംഭവത്തിൽ വീഴ്ച പറ്റിയ തുടർച്ചയായി തന്നെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ ആ വീഴ്ച പറ്റിയത് പരിപൂർണമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടാകാം, നമ്മുടെ എല്ലാവരുടെ ഭാഗത്ത് ചിലപ്പോൾ വീഴ്ച ഉണ്ടാകത്തില്ല. ആ വീഴ്ചയുടെ ഒരു ഭാഗമായത് ഇതിനകത്ത് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ വീഴ്ച ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്ന് പറയുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. തെറ്റ് തന്നെയാണ്. അവിടുത്തെ ആ FIR ഇട്ട് പരാതി കിട്ടിയ ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ FIR ഇട്ടുകൊണ്ട് പോലീസിനെ അന്വേഷിക്കാം. പോലീസിന് ഇങ്ങനെ റിട്ടേൺ കംപ്ലൈന്റ് കിട്ടാതെ തന്നെ വേണമെങ്കിൽ ചിലപ്പോൾ FIR ഇടാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പോലീസിന് ചില ഇൻഫർമേഷന്റെ മാത്രം അടിസ്ഥാനത്തിൽ അങ്ങനെ റിട്ടേൺ കംപ്ലൈന്റ് വേണമെന്നില്ല FIR രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷിക്കാമായിരുന്നു. അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിൽ ഇവിടെ FIR ഇടാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് കേരളത്തിലെ ഇടത് മുന്നണി ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് മൊത്തത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്നു പറയുന്നതിനോട് അർത്ഥമില്ല. ചില സംഭവങ്ങളുണ്ട്, അതിന് ആര് ഭരിച്ചാലും ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു കഴിഞ്ഞു, ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ചില സ്വാധീനങ്ങൾ വരുമ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, ഇന്ത്യ മൊത്തത്തിലുണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ. ബ്രിജ്ഭൂഷന്റെ സംഭവത്തിൽ നമുക്ക് ലോകം മൊത്തം നമ്മുടെ അന്തസ്സുയർത്ത ഒളിമ്പിക്സ് താരങ്ങൾക്ക്, ഗുസ്തി താരങ്ങൾക്കെതിരെ പോലും FIR സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷമാണ് FIR ഇട്ടത്. FIR 1-2 അല്ല, 10-12 കേസായിരുന്നു, പോക്സോ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പേരിൽ. അപ്പോൾ ഇത് ചില സാഹചര്യങ്ങളിൽ സിസ്റ്റം ഇങ്ങനെ പഴകി കൊടുക്കുന്നുണ്ട്. സിസ്റ്റം പഴകാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, ഈ സംഭവം മുഖ്യമന്ത്രിയെ അറിയിച്ചുവല്ലോ. താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രി അന്ന് തന്നെ ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന്. ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം നേരിടുന്ന വ്യക്തി ആ ഉത്തരവാദിത്വം പിന്നീട് അതേ സ്ഥാനത്തിരുന്ന് നിറവേറ്റാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ? അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകേണ്ടായിരുന്നു, അത്തരം ഇടപെടലുകൾ ഉണ്ടാകേണ്ടായിരുന്നു. അതിനൊക്കെ എന്താണ് തടസ്സം നിന്ന കാര്യം? തീർച്ചയായിട്ടും തെറ്റാണത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആരോപിതനായിട്ടുള്ള ഒരാളിനെ അങ്ങനെ ആ സ്ഥാനത്ത് ഇരുത്താൻ പാടില്ല. അതിപ്പോൾ ശബരിമല സ്വർണ്ണ കേസിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയാണ്, അവര് കുറ്റക്കാരെന്ന് കണ്ടപ്പോൾ അവരെ അന്ന് തന്നെ പുറത്താക്കണമായിരുന്നു. പാർട്ടിക്ക് പറ്റിയൊരു വീഴ്ചയാണത്. അന്ന് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹിക്കെതിരെ നടപടി എടുക്കണമായിരുന്നു. അത് വലിയ വീഴ്ചയാണത്. അപ്പൊ അവിടെ ഇപ്പോഴും പറയുന്നത് കുറ്റാരോപിതനായി നിൽക്കുന്നു. ഈ കുറ്റം തെളിഞ്ഞിട്ടില്ല. കുറ്റശിക്ഷിക്കേണ്ട നമുക്കറിയാം, കോടതിയിൽ പോയി കേസ് ശിക്ഷിക്കണമെങ്കിൽ കുറഞ്ഞ 4-5 വർഷം എടുക്കും. ഇതിനകത്ത് മുകളിൽ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അവിടെയൊക്കെ പോയി സ്റ്റേ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10-15 വർഷമായി വിചാരണ പോലും തുടങ്ങാതെ കിടക്കുന്ന കേസുകൾ ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. വർഷങ്ങളായി 2012 കേസുകൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ ഒരുപാട് ഫെയിലുകളുണ്ട്. ഈ വിശേഷിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് ഫെയിലുകളുണ്ട്. എന്നാൽ അത് ഇല്ലാതാക്കണം. ഫെയിലുകൾ ഇല്ലാതാക്കാനാണല്ലോ നമ്മുടെ ഒരു നിയമ വ്യവസ്ഥയായാലും നമ്മുടെ ഡെമോക്രസി ആയാലും ഭരണകൂടമായാലും ലെജിസ്ലേച്ചർ ആയാലും പുതിയ നിയമങ്ങൾ തന്നെ വരുന്നത് നിലവിലുള്ള സിസ്റ്റത്തിൽ എന്തൊക്കെ പരാജയമുണ്ടോ ആ പരാജയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, എല്ലാവരും കൂടെ ഞാൻ പറയുന്നത്, പലപ്പോഴും മാറി വരുന്നത് വ്യക്തികളാണ്. നമുക്ക് മാറേണ്ടത് വ്യക്തിയല്ല, വ്യവസ്ഥിതിയാണ്. വ്യവസ്ഥിതി പലപ്പോഴും പഴയ രീതിയിൽ തന്നെ നിൽക്കുന്നു. ആ വ്യവസ്ഥയ്ക്ക് ഒരു പരിപൂർണമായ അല്ലെങ്കിൽ സമൂലമായ ഒരു മാറ്റമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. ആ സിസ്റ്റം അതേ രീതിയിൽ തന്നെ പോകുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ തെറ്റുകൾ വരുമ്പോൾ നമ്മൾ 2-3 ചർച്ച, ഇപ്പൊ തന്നെ ഈ ചാനലിൽ തന്നെ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ ഡോക്ടർ ആശയുടെ കാര്യം ഒരു ചർച്ച, അല്ലെങ്കിൽ ഇനി വന്ന ഒരു ചർച്ച, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പുതിയ വാർത്തയിലേക്ക് പോകും.
പത്രങ്ങളെല്ലാം ഇന്ന് മനോരമയിൽ വലിയ വാർത്ത വന്നു. 2 ദിവസം കഴിഞ്ഞ മനോരമ എഡിറ്റ് നല്ലപ്പോഴാണ് മനോരമ, എനിക്ക് തോന്നുന്നു മനോരമയുടെ 100 ചില്ലാനം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫോട്ടോ വെച്ച്, ഒരു വ്യക്തിമിന്റെ ഫോട്ടോ വെച്ച് ഒരു എഡിറ്റോറിയൽ ഇടുന്നത്. ഇന്നത്തെ മനോരമയുടെ എഡിറ്റോറിയലിൽ ആശയുടെ ഫോട്ടോ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. പക്ഷേ ഈ മനോരമ പോലും 1 or 2 ദിവസം കഴിഞ്ഞാൽ ഈ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ എടുത്ത് കളയും. അത് നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സംഭവിക്കുന്നത്? കാലത്തിനനുസരിച്ചുള്ള, കാലത്തിനോടൊപ്പമുള്ള മുന്നോട്ടുള്ള ഒരു ഓട്ടം. ആ ഓട്ടത്തിന്റെ ഭാഗമായിട്ട് ഇന്നലകൾ നമ്മൾ എല്ലാവരും മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ മറന്നതായി ഭാവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിസ്മരിക്കുന്നു. അത് അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റത്തെ നമുക്കൊന്നും പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ മാറണം. നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ലല്ലോ, ആര് പരാതിയുമായിട്ട് വന്നാലും ആ പരാതി എഫ്ഐആർ ഇട്ട് ആ പരാതി അന്വേഷിക്കണം. അത് മാധ്യമങ്ങൾക്ക് എന്നും ഒരേ വാർത്ത കൊണ്ട് പോകാൻ പറ്റില്ല. പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ അതിന്റെ വാർത്താ പ്രാധാന്യം നോക്കി മാധ്യമങ്ങൾക്ക് ആ വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ടി വരുമല്ലോ. മാധ്യമങ്ങൾ നടത്തുന്നത് അവരുടെ ധർമ്മമാണല്ലോ, ഓർമ്മപ്പെടുത്തലാണല്ലോ, മുന്നറിയിപ്പാണല്ലോ. ഇത് ചെയ്യേണ്ടത് ഈ സിസ്റ്റമാണല്ലോ. നോക്കൂ, ഇവിടെ ഇപ്പോൾ നമ്മൾ പല പല കേസുകളിൽ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. വാളയാർ കേസിൽ ആരോപണ വിധേയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരായപ്പോൾ എന്താണ് അവിടെ സ്വീകരിച്ച നിലപാടുകൾ എന്നത് നമ്മൾ കണ്ടതാണ്. മുകേഷുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഈ തെരഞ്ഞെടുപ്പിലും ഏതൊക്കെ തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായി? എന്തുകൊണ്ടാണ് ആ കേസിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാത്തത് എന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അവിടെ ശക്തമായ സന്ദേശം 1 or 2 കേസുകളിൽ എടുത്താൽ അതൊരു സന്ദേശമാകും, അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഇരട്ടത്താപ്പുകൾ പലയിടങ്ങളിലും പല കേസുകളിലും സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത് ആവർത്തിച്ചു പോകുന്നത്. അത് മാധ്യമങ്ങളുടെ കുറ്റമല്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ഏകാധിപത്യ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥ നിൽക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെ പോരായ്മകളാണ്. ജനാധിപത്യം എവിടെയൊക്കെ നിലനിൽക്കുന്നു അവിടെയൊക്കെ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വം, ഗവൺമെന്റുകൾ നട്ടിൽ വളഞ്ഞു കൊടുക്കുന്ന ചരിത്രം ഈ ലോകത്ത് എവിടെയുമുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കുഞ്ഞലിയും തന്നെയൊക്കെ പറഞ്ഞ അക്കാര്യം തന്നെയാണ്. പല ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് വരുമ്പോൾ ജനാധിപത്യ നിയമമൊക്കെ അതിന്റെ വഴിക്ക് ഇപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ, നടിയുടെ കേസിൽ 2 പ്രതികളെ വെറുതെ വിട്ട് അതിനെതിരെ കൂടുതൽ സംസാരിച്ച് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റിംഗ് ചെയ്ത അഭിഭാഷകനാണ് ഞാൻ. തീർച്ചയായിട്ടും കോർട്ടലക്ഷ്യം കേസെടുക്കാവുന്നവരെ കാര്യങ്ങൾ ഞങ്ങൾ അതിനകത്ത് പറഞ്ഞാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ആ ജഡ്ജ്മെന്റ് പോലും 2 ദിവസത്തിന് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നു. അപ്പോൾ അത്ര കൂടുതൽ അന്യായം, അനീതി ഇവിടെ നടക്കുന്നു. ആ 2 പ്രതികളെ വെറുതെ വിടുമെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും മനസ്സിലായ 2 പ്രതികളെ വെറുതെ വിടാൻ പോകുന്നു. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ, നമ്മുടെ ഒരു പാർലമെന്ററി ഡെമോക്രസിയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പോരായ്മകളുണ്ട്. ഇതൊന്നും നമ്മൾ ആരും വിചാരിച്ചെന്ന് വെച്ച് പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റുന്നില്ല. ഇവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്, 100% സംഭവിക്കുന്നു. ഡോക്ടർ ആശയുടെ കാര്യത്തിലല്ല, ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ, നിങ്ങൾ പറഞ്ഞ മുകേഷിന്റെ കാര്യത്തിൽ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഞാനൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കാൻ യോഗത്തിലേക്ക് പോയ ആളാണ്. പക്ഷെ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അങ്ങനെ 2-3 MLA കോൺഗ്രസിന്റേതുണ്ട്. ബലാത്സംഗ കേസ് ഉൾപ്പെടെ പ്രതിയായിട്ട് നിൽക്കുന്ന MLA കോൺഗ്രസിന്റെ 2 MLA അപ്പൊ ഇത് ആരും ഒരു തെറ്റിന് നമ്മൾ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയല്ല. തെറ്റിന് തെറ്റെന്ന് ആ ഫിലോസഫി നമുക്ക് വേണ്ട. അത് ലായ് ഓഫ് നമസിസ് ആണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണെന്ന്, അത് നമുക്കത് വേണ്ട. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തുടരും സിനിമയിൽ പറയുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. നമ്മളിത് ചർച്ച ചെയ്യും. ഇത് പാടില്ല. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ സിസ്റ്റമൊക്കെ വരുന്നതിന് മുമ്പ് എത്രയോ കാര്യങ്ങൾ നടന്നിരുന്നു. ഈ TV മാധ്യമങ്ങളൊക്കെ എത്ര വർഷമായി? 10-30 വർഷങ്ങളല്ലേ ഈ മാധ്യമ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഇതാരെങ്കിലും അറിയുമായിരുന്നു? പത്രങ്ങളിൽ പോലും വരത്തില്ലായിരുന്നു. പണ്ട് തനിനിറം എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈടേക്ക് അത് ഓർമ്മ കാണില്ല. ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നൊരു മഞ്ഞപ്പത്രമായിരുന്നു തനിനിറം. ആ വാർത്ത പോലും പിറ്റേന്ന് പൈസ കൊണ്ട് കൊടുത്ത് ഒതുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തന്നെ പോകും. വീണ്ടും പുതിയ സംഭവങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഒരു കൂട്ടർ അതിനെ ന്യായീകരിക്കും, ഒരു കൂട്ടർ അത് ശരിയാണെന്ന് പറയും, ഒരു കൂട്ടർ അത് തെറ്റാണെന്ന് പറയും. അമ്മയെ തല്ലിയാൽ പോലും 2 അഭിപ്രായമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായിട്ട് ചെയ്തു. എന്നാൽ നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത്രയും 14 ദിവസം ഡിലേ വന്നതും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുൻ MLAയും വളരെ കൂടുതൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയതുകൊണ്ട് നിയമം ചിലപ്പോൾ അങ്ങനെയൊക്കെ വഴങ്ങിക്കൊടുക്കും. നമ്മളെല്ലാവരും ചിലപ്പോൾ വിഷമത്തോടെ നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റൂ. നടിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അതും ഇനി മുകളിലോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ ആ പ്രതികളും നിരപരാധികളായിട്ട് ഹൈക്കോടതി പറഞ്ഞേക്കാം.
പല പ്രതികളും നമുക്കറിയാലോ, ജില്ലാ കോടതി ശിക്ഷിക്കുന്ന പ്രതികൾ പലരും ഹൈക്കോടതി ചെല്ലുമ്പോൾ വെറുതെ വിടും. കാര്യം അവിടെ വീണ്ടും എവിഡൻസ് അഡ്യൂസ് ചെയ്യുന്നില്ല. അഡ്യൂസ് ചെയ്യപ്പെട്ട എവിഡൻസ് വെച്ചുള്ള വീണ്ടുമുള്ള വിസ്താരം മാത്രമാണ് അവിടെ നടക്കുന്നത്. അവിടെ അത് മാത്രം കൺസിഡർ ചെയ്യാണ്, പുതിയതായിട്ട് അവിടെ വിസ്താരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നിയമവ്യവസ്ഥയുടെ പോരായ്മയാണ്. ഈ പോരായ്മ നമുക്ക് പരിപൂർണമായിട്ടൊന്നും പരിഹരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ആ തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ശരി, CPM പ്രതിനിധിയെ നമ്മൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഗസ്റ്റുകളെ അയക്കുന്നില്ല എന്നതാണ് ബന്ധപ്പെട്ടവർ നമ്മളെ അറിയിച്ചത്. അദ്ദേഹം ഒരു തരത്തിലും ഈ സംഭവങ്ങളെ ന്യായീകരിച്ചുകൊണ്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം കാണേണ്ടുന്ന വിഷയമാണ്. ആ ഗൗരവത്തിൽ തന്നെ വേണം നമ്മൾ ആശയുടെ വാക്കുകളെ കാണാൻ. കേരള സമൂഹത്തോട് ഞാൻ സഹതാപമല്ല, ഐക്യദാർഢ്യമാണ് അഭ്യർത്ഥിക്കുന്നതെന്ന് അവർ പറയുന്നു. അതിജീവിച്ചവർ പരിപൂർണരായിരിക്കണമെന്നില്ല. വിധികൾക്കായി കാത്തു നിൽക്കാത്ത ധാർമ്മിക വ്യക്തതയുള്ള ഐക്യദാർഢ്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോഴും അതിന്റെ രാഷ്ട്രീയം മാറ്റിവെച്ച്, രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കാനുള്ള ശ്രമം നടത്തുമോ? തീർച്ചയായും നടത്തുമല്ലോ. ഇപ്പോ ഇവിടെ ശ്രീ ബൽദേവ് പറഞ്ഞത് ഇന്ന് മനോരമയുടെ എന്താ പറഞ്ഞ മുഖപ്രസംഗം ഇന്നല്ല അവരുടെ ഫോട്ടോ, അത് ഇന്നലെയാണ്. അവരുടെ ലേഖനത്തിനാണ് അവരുടെ ഫോട്ടോ കൊടുത്തത്. ഇന്ന് മനോരമ അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. എഡിറ്റോറിയലിന്റെ ഫോട്ടോയുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് എഡിറ്റോറിയൽ ഉണ്ട്, അതിന്റെ എഡിറ്റോറിയൽ ഫോട്ടോ ഉണ്ട്. ഇന്നത്തെ എഡിറ്റോറിയൽ എന്റെ കയ്യിലിരിക്കുന്ന മനോരമയിൽ ആദ്യമായിട്ടാണ് എഡിറ്റോറിയൽ ഫോട്ടോ വെച്ചത്. ആണോ? എഡിറ്റോറിയൽ അല്ല, ഞാൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.